ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് കാറ് വെഞ്ചരിക്കാനായിട്ട് പോവാണ്. ഷാർജ പള്ളിയിലാണ് പോണേ. അപ്പോൾ സേറമോള് നല്ല കരച്ചിലായതുകൊണ്ട് അവളവിടെ കൊച്ചിന് പാൽ കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഫോൺ പിടിച്ചത്. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ദുബായ് പള്ളിയിൽ പോകണമെന്നാണ്. പക്ഷേ അവിടെ ശനിയും ഞായറും അവിടെ വെഞ്ചരിപ്പ് ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഷാർജ പള്ളിയിൽ ആണ് പോണത്. ഷാർജ പള്ളിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാ ചായ? ഓർമ്മയുണ്ടോ? എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് അവിടെ വെച്ചിട്ടായിരുന്നു. ആദ്യമായിട്ട് കണ്ടുമുട്ടിയതല്ല, റിംഗ് എക്സ്ചേഞ്ച് അവിടെ വെച്ചിട്ടായിരുന്നു. ഞങ്ങള് പെണ്ണ് കണ്ടിട്ട് ഒരു വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു കല്യാണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് റിംഗ് എക്സ്ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പോൾ എൻ്റെ റിലേറ്റീവിൻ്റെ വീട് അവിടെ തന്നെയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങൾ റിംഗ് ഒക്കെ എക്സ്ചേഞ്ച്, പള്ളിയിൽ വെച്ചിട്ടല്ല, അവിടെ പോയി പ്രാർത്ഥിച്ച് അവിടെ നിഷാദൻ്റെ ഒക്കെ ഒരു അങ്കിളുടെ വീട്ടിൽ വെച്ചിട്ട് റിംഗ് എക്സ്ചേഞ്ചിൻ്റെ ഞങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഫോട്ടോസ് ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്യാം. അപ്പം അങ്ങനെയായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ട്, നൊസ്റ്റ് പഠിക്കണം. അങ്ങനെ ആണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളൊരു 5 വർഷത്തിന് ശേഷമാണ് ആ പള്ളിയിൽ വീണ്ടും പോണത്. ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് ദുബായ് പള്ളിയാണ്. അടുത്തെന്ന് പറയാൻ പറ്റില്ല, ഒരു കിലോ അല്ല, ഒരു മണിക്കൂറിനേലും കൂടുതലുണ്ട്. മണിക്കൂർ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മള് ഷാർജയ്ക്ക് പോകാനായിട്ട് നമുക്ക് മെട്രോ ഒന്നുമില്ലല്ലോ. ദുബായ് പള്ളിയിലേക്ക് ആവുമ്പോൾ നമുക്ക് മെട്രോ കയറി പോകും. അപ്പൊ അങ്ങനെ അപ്പം അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പോവാണ്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇന്ന് ഷാർജ പള്ളിയിലും ശരിക്കും ഇല്ല. പിന്നെ ഒരു അച്ഛൻ്റെ നമ്പർ കിട്ടിയിട്ട് അച്ഛനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു 8 മണിക്ക് ശേഷം വരാനാണ് അച്ഛൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ആണ് ഈ സമയത്ത് പോണത്. അങ്ങനെ നമ്മൾ പള്ളിയിലെത്തി. നല്ല ട്രാഫിക്കായിരുന്നു. അച്ഛൻ പറഞ്ഞ ടൈമിനേൽ ഇച്ചിരി നമ്മൾ ലേറ്റായിട്ട് നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയതുകൊണ്ട് ആ ഫാദർ ഒന്നും പറഞ്ഞില്ല. ഇതാണ് ഞങ്ങളുടെ കുറേ നല്ല ഓർമ്മകളൊക്കെയുള്ള ഷാർജ പള്ളി. അന്ന് റിംഗ് എക്സ്ചേഞ്ച് ദിവസം ഈ ഗ്രോട്ടോൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ചേട്ടൻ്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു വിജയം വന്നത്. ഞങ്ങളന്ന് നേരത്തെ വന്ന് കുർബാനയൊക്കെ കണ്ട് ഇവർ വേഗം വരുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇവർ കുർബാനയ്ക്കൊന്നും വന്നില്ല. കുർബാനയൊക്കെ കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, ബ്ലസ് ചെയ്യണതിന് വേണ്ടിയിട്ട്. സേറമോളെ ഞങ്ങളുടെ പള്ളിയിലോട്ട് കൊണ്ടുവന്നേക്കാണ്. ഡാഡി അമ്മ ഇവിടെ വെച്ചിട്ട് ആ എൻഗേജ്മെന്റ് റിംഗ് എക്സ്ചേഞ്ച് ചെയ്തത് അറിയില്ല. നമ്മുടെ കാറച്ഛൻ വെഞ്ചരിച്ച് തന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ കൊന്തയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കൊന്തയും ഞങ്ങൾക്ക് ഒന്നുകൂടെ വെഞ്ചരിച്ച് പ്രാർത്ഥിച്ച് തന്നിട്ടുണ്ട്. ഇതാണ് പള്ളി. ഇത് ഇപ്പുറത്തെ സെന്റ് ഓർത്തഡോക്സ് പള്ളിയാണത്. അതിനുള്ളിൽ തന്നെ വേറെ അപ്പുറത്ത് ഞങ്ങൾ വേറൊരു പള്ളി കണ്ടിരുന്നല്ലോ. അപ്പം ഞങ്ങളുടെ വെഞ്ചരിപ്പൊക്കെ കഴിഞ്ഞു. ഞങ്ങളിതാ കൊന്തയൊക്കെ തൂക്കിയിട്ടുണ്ട്. പിന്നെ ഇതും കൊച്ചും ബാക്കിലുണ്ട്. പോവാം. അപ്പോൾ ഓക്കെ, ബൈ.